ഹായ് ഫ്രണ്ട്സ്. ഇപ്പം എല്ലാവരും ഒരു ട്രെൻഡാണല്ലോ പുതിയ നമ്മുടെ ഡെയിലി റുട്ടീൻ ഷെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഞാനും പങ്കുവയ്ക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യാം? രാവിലെ തൊട്ട് പറയാം. രാവിലെ ഞാൻ എന്നും ഒരു 4:45 5 മണി എന്നെപ്പോഴും പോകാറില്ല. 4:45 അലാം അടിക്കും. പക്ഷേ ഫ്യൂ ദിവസം മ്യൂസിയൊക്കെ വെച്ച് 5 മണിയാകുമ്പോഴത്തേക്കും ഞാൻ എണീക്കും. 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പല്ലൊക്കെ തേക്കും. അത് കഴിഞ്ഞ് പിന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കും. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ട് ആ സമയത്ത് ഞാൻ വന്നിട്ട് എൻ്റെ എക്സസൈസുകളെല്ലാം ചെയ്യും. ഞാൻ കുറച്ച് യോഗയൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ വളരെ അധികം ശബ്ദം ഉണ്ടാക്കാതെ ഇപ്പം ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. കാരണം മറ്റു മുറിയിൽ എൻ്റെ ഹസ്ബൻഡും കുട്ടികളും എല്ലാം കിടന്നുറങ്ങുകയാണല്ലോ. അപ്പോൾ അവരെ ഒന്നും ശല്യപ്പെടുത്താതെ ആയിരിക്കും ഞാനിത് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 അവർ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവന് രാവിലെ സ്പെൻഡ് ചെയ്യും. പിന്നെ ഒരു 6 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പയ്യപ്പോഴത്തേക്കും മുട്ടയൊക്കെ നല്ല വെന്തിട്ടുണ്ടാവും. അതെല്ലാം മാറ്റി വയ്ക്കും, പുഴുങ്ങാനിട്ട മുട്ടയെല്ലാം. പിന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പയ്യെ പോയി അവരെല്ലാം വിളിച്ച് എണീപ്പിക്കും. ഒരു പയ്യൻ 6 മണിക്ക് വിളിച്ചു തുടങ്ങിയാലാണ് 7 മണിയാകുമ്പോഴത്തേക്ക് എണീക്കുള്ളൂ. അപ്പോൾ 6 മണിക്ക് ജസ്റ്റ് ഒരു എന്ത് കൊടുക്കും അവർക്ക് എണീക്കണം എന്നുള്ളൊരു ഇത് കൊടുക്കും. അത് കഴിഞ്ഞ് 6 to 7 ആണ് ഞാൻ ഫുൾ പണിയിലാണ്. ഞങ്ങളുടെ ഉച്ചത്തേക്ക് കൊണ്ടുപോകാനുള്ളത് ലഞ്ച് പാക്കിങ്, ലഞ്ച് ഉച്ചത്തേക്ക് എൻ്റെ ഹസ്ബൻഡ്സിന് കഴിക്കാനുള്ള ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെ ഉടുപ്പുകൾ അന്നത്തെ ദിവസം ഇടാനുള്ള ഉടുപ്പെല്ലാം തേച്ച് വെക്കും. എനിക്കിടാനുള്ള ഉടുപ്പ് തേച്ച് വയ്ക്കും. ഹസ്ബൻഡ് വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അപ്പം ഹസ്ബൻഡിൻ്റെ ഇടയ്ക്ക് ജോലിയുടെ ഇടയിൽ കുടിക്കാനുള്ള കാപ്പിയും ചൂടുവെള്ളം ഇതെല്ലാം ഡിഫറെൻറ്റ് ഫ്ലാസ്കിലാക്കിയിട്ട് എല്ലാം വെക്കും ഞാൻ. അത് കഴിഞ്ഞിട്ട് ഒരു 7 to 8 എല്ലാവരും എണീറ്റ് വരും. എല്ലാം അവർക്ക് ഫുഡെല്ലാം കൊടുക്കും, ഞാനും കഴിക്കും. പാത്രമെല്ലാം കഴിച്ച് 8 ആകുമ്പോഴത്തേക്കും എല്ലാം തീർത്ത് റെഡിയായിട്ട് ഒരു 8:10 8:15 ഒക്കെ ആകുമ്പോഴത്തേക്കും ജോലിക്ക് പോകും. പിള്ളേർ സ്കൂളിലൊക്കെ പോകും. പിന്നെ സ്കൂളിലൊക്കെ വർക്കാണ്. വൈകുന്നേരം ഞാനൊരു 3:15 ആകുമ്പോൾ ഞാൻ തിരിച്ചു വരും. 3:15 വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ പറഞ്ഞാൽ എന്തെങ്കിലും ലോണ്ട്രി ചെയ്യാനുള്ള ദിവസമാണെങ്കിൽ ലോണ്ട്രി ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് വൈകുന്നേരത്തേക്ക് പിള്ളേർ ഒക്കെ കൊടുക്കാനുള്ള സ്നാക്സ്, എല്ലാ ദിവസവും വൈകുന്നേരം സ്നാക്സ് നിർബന്ധമാണ്, ചായയുടെ കാപ്പിയുടെയും കൂടെ. അപ്പം അതുണ്ടാക്കും. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇടയ്ക്ക് ലോണ്ട്രി ചെയ്യാനുള്ളത് ചെയ്യും. പിന്നെ ഇവിടെ ക്ലീനൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ. എവറി അതർ ഡേ ക്ലീനിങ് ഉണ്ട്. ദെൻ പിന്നെ മെയിനായിട്ട് ഡിന്നർ കുക്കിംഗ് ആണ്. അത് എന്തെങ്കിലും ലൈറ്റായിട്ട് എനിക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും. പിന്നെ ഹസ്ബൻഡിനും കുട്ടികൾക്കും കുറച്ച് പാസ്തയോ അല്ലെങ്കിൽ ചോറും കറിയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ ഒരു ബാക്കിയുള്ള സമയത്ത് ഇത് ഞാനൊരു 3:15 വന്നാൽ ഒരു 6:30 ഇത്രയും കാര്യം ഞാൻ ചെയ്തു തീർക്കും. പിന്നെ ബാക്കി 6:30 ആകുമ്പോഴത്തേക്കും പിള്ളേർക്ക് പഠിക്കാനോ ഉള്ളത് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ വല്ല ഗെയിംസിനൊക്കെ പോകാനുണ്ടെങ്കിൽ കൊണ്ടാക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ പിന്നെ രാത്രി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് ഒരു 9:30 ആകുമ്പോഴത്തേക്കും ഇടയ്ക്ക് കുളിയെല്ലാം കഴിഞ്ഞ് 9:30 ആകുമ്പോഴത്തേക്ക് ഞാൻ കിടക്കും. ഇത്രയുള്ളൂ. പിന്നെ വീണ്ടും ആ സെയിം റൊട്ടീൻ തന്നെ. പിറ്റേ ദിവസം വീണ്ടും ഒരു 4:45 5 മണിക്ക് മെഡയിൽ എണ്ണീറ്റ് ബാക്കി ഇതുപോലെയൊക്കെ തന്നെ അങ്ങ് പോകും. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുന്നത് ശനിയാഴ്ച ഞായറാഴ്ചയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും കുറച്ച് വ്യത്യാസം പോരും. അത്രേ ഉള്ളൂ. താങ്ക് യു.